എസെക്കിയേൽ 25 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, അമ്മോന്യരുടെ നേരെ തിരിഞ്ഞ് അവർക്കെതിരെ പ്രവചിക്കുക. അമ്മോന്യരോട് പറയുക, ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും ഇസ്രായേൽ ദേശം വിജനമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും യൂദാ ഭവനം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ചും നീ ആഹാ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അതിനാൽ ഞാൻ നിന്നെ പൗരസ്ത്യർക്ക് അവകാശമായി കൊടുക്കാൻ പോകുന്നു. അവർ നിന്നിൽ പാളയമടിച്ച് വാസമുറപ്പിക്കും. അവർ നിനക്കുള്ള ഫലം ഭക്ഷിക്കുകയും പാൽ കുടിക്കുകയും ചെയ്യും. ഞാൻ റബ്ബായെ ഒട്ടകങ്ങൾക്ക് മേച്ചിൽ സ്ഥലവും അമ്മോന്യരുടെ നഗരങ്ങളെ ആട്ടിൻപറ്റങ്ങൾക്ക് താവളവുമാക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ദേശത്തിനെതിരെ നിന്റെ ഹൃദയത്തിലുള്ള ദുഷ്ടത മൂലം കൈകൊട്ടി തുള്ളിച്ചാടി ആഹ്ലാദിച്ചതിനാൽ ഞാൻ നിനക്കെതിരെ എൻ്റെ കരമുയർത്തുകയും നിന്നെ ജനതകൾക്ക് കവർച്ച ചെയ്യാൻ വിട്ടുകൊടുക്കുകയും ചെയ്യും. ജനതകളിൽ നിന്ന് ഞാൻ നിന്നെ വിച്ഛേദിക്കും. രാജ്യങ്ങളുടെ ഇടയിൽ നിന്നെ ഞാൻ ഉന്മൂലനം ചെയ്യും. ഞാൻ നിന്നെ നശിപ്പിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, യൂദാ ഭവനം മറ്റ് ജനതകളെ പോലെയാണെന്ന് മോവാബ് പറഞ്ഞതുകൊണ്ട് മോവാബിൻ്റെ പാർശ്വങ്ങളായ അതിർത്തി നഗരങ്ങൾ ഞാൻ വെട്ടിത്തുറക്കും. രാജ്യത്തിൻ്റെ മഹത്തായ ബേത്ത്ശെമോത്ത്, ബാൽമയൂൻ, കിരിയാതായിം എന്നീ നഗരങ്ങൾ, അതിനെയും ഞാൻ അമ്മോന്യരോടൊപ്പം പൗരസ്ത്യർക്ക് അവകാശമായി കൊടുക്കും. അതൊരിക്കലും സ്മരിക്കപ്പെടുകയില്ല. മോവാബിൻ്റെ മേൽ ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, യൂദാ ഭവനത്തോട് ഏദോം പ്രതികാര ബുദ്ധിയോടെ ക്രൂരമായി പെരുമാറിയിരിക്കുന്നു. ആകയാൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഏദോമിനെതിരെ ഞാൻ കരമുയർത്തും. മനുഷ്യരെയും മൃഗങ്ങളെയും അവിടെ നിന്ന് ഞാൻ നീക്കിക്കളയും. ഞാൻ അതിനെ വിജനമാക്കും. തേമാൻ മുതൽ ദദാൻ വരെയുള്ളവർ വാളിനിരയാകും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ കരം കൊണ്ട് ഏദോമിനെതിരെ ഞാൻ പ്രതികാരം ചെയ്യും. എൻ്റെ കോപത്തിനും ക്രോധത്തിനും അനുസൃതമായി അവർ അവിടെ വർദ്ധിക്കും. അങ്ങനെ അവർ എൻ്റെ പ്രതികാരം അറിയും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഫിലിസ്ത്യർ പ്രതികാരം ചെയ്തിരിക്കുന്നു. ഒടുങ്ങാത്ത വിരോധത്താൽ നശിപ്പിക്കാൻ വേണ്ടി ദുഷ്ടതയോടെ അവർ പ്രതികാരം ചെയ്തിരിക്കുന്നു. അതിനാൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഫിലിസ്ത്യർക്കെതിരായി ഞാൻ കരമുയർത്തും. ക്രഥ്യരെ ഞാൻ കൊല്ലുകയും കടൽ തീരത്ത് ശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യും. ക്രോധം നിറഞ്ഞ പ്രഹരങ്ങളാൽ ഞാൻ അവരോട് കഠിനമായി പ്രതികാരം ചെയ്യും. ഞാൻ പ്രതികാരം ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അറിയും. എസെക്കിയേൽ 26 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 11 വർഷം മാസത്തിൻ്റെ ആദ്യ ദിവസം കർത്താവിന് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ജെറുസലേമിനെ കുറിച്ച് ടയർ പറഞ്ഞു, ജനതകളുടെ കവാടമായി അവർ തളർന്നിരിക്കുന്നു. അത് എനിക്കായി തുറന്നിരിക്കുന്നു. അവർ നശിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ സമ്പന്നയാകും. അതിനാൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ടയർ, ഇതാ ഞാൻ നിനക്കെതിരെയാണ്. കടൽ തിരമാലകളെ എന്ന പോലെ ഞാൻ അനേകം ജനതകളെ നിനക്കെതിരെ അണിനിരത്തും. അവർ ടയറിൻ്റെ കോട്ടകൾ ഇടിച്ചു നിരത്തി ഗോപുരങ്ങൾ തകർക്കും. മണ്ണെല്ലാം വടിച്ചു കോരി ഞാൻ അവളെ വെറും പാറ പോലെയാക്കും. സമുദ്രമധ്യത്തിൽ വല വിരിച്ചണിക്കാനുള്ള സ്ഥലമായി അവൾ പരിണമിക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണത് പറയുന്നത്. അവൾ ജനതകൾക്കൊരു കവർച്ച വസ്തുവായി തീരും. സമതലത്തിലുള്ള അവളുടെ പുത്രിമാർ വാളിനിരയാകും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ വടക്ക് നിന്ന് ബാബിലോണിലെ രാജാവും രാജാതിരാജനുമായ നെബൂഖദ്നേസറിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരപ്പടയാളികളോടും സൈന്യവ്യൂഹങ്ങളോടും കൂടെ ടയറിനെതിരെ കൊണ്ടുവരും. സമതലത്തിലുള്ള നിന്റെ പുത്രിമാരെ അവൻ വാളിനിരയാക്കുകയും നിനക്കെതിരെ ഉപരോധ സങ്കേതമുയർത്തി പരിചകൾ കൊണ്ട് മറയുണ്ടാക്കുകയും ചെയ്യും. നിന്റെ മതിലുകൾ അവർ യന്ത്രമുട്ടികൾ കൊണ്ട് ഇടിച്ചു തകർക്കും. കോടാലി കൊണ്ട് ഗോപുരങ്ങൾ തകർക്കും. അവൻ്റെ അശ്വബാഹിലത്തിൽ ഉയർന്ന പൊടി നിന്നെ മൂടിക്കളയും. കോട്ടയിടിഞ്ഞ പട്ടണത്തിലേക്ക് കടക്കുന്നത് പോലെ അവൻ നിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുമ്പോൾ കുതിരകളുടെയും വണ്ടികളുടെയും രഥങ്ങളുടെയും ശബ്ദം കൊണ്ട് നിന്റെ മതിലുകൾ നടുങ്ങും. കുതിരകളുടെ കുളമ്പുകൾ കൊണ്ട് നിന്റെ തെരുവീതികൾ അവൻ ചവിട്ടിമരിക്കും. നിന്റെ ജനത്തെ വാളിനിരയാക്കും.
നിന്റെ ഉറപ്പുള്ള തൂണുകൾ നിലം പതിക്കും. അവർ നിന്റെ ധനം കവർച്ച ചെയ്യുകയും വ്യാപാര ചരക്കുകൾ കൊള്ളയടിക്കുകയും ചെയ്യും. നിന്റെ മതിലുകളും നിന്റെ മനോഹരങ്ങളായ ഭവനങ്ങളും അവർ നശിപ്പിക്കുകയും കല്ലും മണ്ണും മരവും സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. നിന്റെ സംഗീതത്തിൻ്റെ സ്വരം ഞാൻ ഉയർത്തും, വീണാനാദം മേലിൽ കേൾക്കുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഞാൻ വെറും പാറ പോലെയാക്കും, വല വിരിച്ചിണങ്ങുന്നതിനുള്ള സ്ഥലമായി നീ തീരും. ഒരിക്കലും നീ പുനരുദ്ധരിക്കപ്പെടുകയില്ല. കർത്താവായി ഞാനത് പറയുന്നത്. ദൈവമായ കർത്താവ് ടയറിനോട് അരുളി ചെയ്തു, നിന്റെ മധ്യത്തിൽ സംഹാരം നടക്കുമ്പോൾ, മുറിവേറ്റവർ ഞരങ്ങുമ്പോൾ, നിന്റെ പതനത്തിൻ്റെ ശബ്ദത്താൽ ദ്വീപുകൾ നടുങ്ങുകയില്ലേ? അപ്പോൾ സമുദ്രത്തിലെ എല്ലാ രാജാക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി മേലങ്കികൾ മാറ്റി അലങ്കൃത വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളയും. അവരെ വിറയൽ പൊതിയും. അവർ നിലത്തിരിക്കുകയും ഓരോ നിമിഷവും ഞെട്ടുകയും നിന്നെ ഓർത്ത് ഭയചകിതരാവുകയും ചെയ്യും. നിന്നെക്കുറിച്ച് അവർ ഉച്ചത്തിൽ വിലപിച്ചു പറയും, സമുദ്രമധ്യത്തിൽ ശക്തിയും കീർത്തിയും പരത്തിയ നഗരമേ, കരയിൽ ഭയമുളവാക്കിയ നീയും നിന്നിൽ വസിക്കുന്നവരും സമുദ്രത്തിൽ നിന്ന് മാഞ്ഞുപോയതെങ്ങനെ? നിന്റെ പതന ദിവസം ദ്വീപുകൾ വിറക്കുകയും നിന്റെ നിരോധനത്താൽ സമുദ്രത്തിലെ ദ്വീപുകൾ സംഭ്രമിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിർജ്ജന നഗരം പോലെ നിന്നെ ഞാൻ ശൂന്യമാക്കുമ്പോൾ, ആഴിയെ നിന്റെ മേലൊഴുക്കി പെരുവെള്ളം കൊണ്ട് നിന്നെ മൂടുമ്പോൾ, പാതാളത്തിൽ പതിക്കുന്ന പുരാതന ജനങ്ങളോടൊപ്പം നിന്നെ ഞാൻ തള്ളിയിടും. നിന്നിൽ ആരും വസിക്കാതിരിക്കാനും ജീവനുള്ളവരുടെ നാട്ടിൽ നിനക്ക് സ്ഥലം ലഭിക്കാതിരിക്കാനുമായി പാതാളത്തിൽ താഴ്ന്നവരുടെ കൂടെ പുരാതന അവശിഷ്ടങ്ങൾക്കിടയിൽ അധോലോകത്തിൽ നിന്നെ ഞാൻ പാർപ്പിക്കും. ദൈവമായ കർത്താവ് ചെയ്യുന്നു, ഭീതിജനകമായ അവസാനം ഞാൻ നിനക്ക് വരുത്തും. നീ എന്നേക്കും ഇല്ലാതാകും. നിന്നെ അന്വേഷിക്കുന്നവർ ഒരിക്കലും കണ്ടെത്തുകയില്ല.